നമുക്കെല്ലാവർക്കും പരിചിതമായ സങ്കീർത്തനം. അതിൻ്റെ മുകൾ ശീർഷകത്തിൽ എഴുതിയിരിക്കുന്നത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ്. നമുക്കെല്ലാവർക്കും പരിചിതമാണ് ദാവീദിനെ. കൊച്ചു കുഞ്ഞുങ്ങളോട് വരെ ചോദിച്ചാൽ ദാവീദിനെ കുറിച്ച് അവർക്കറിയാം. ഈ 150 അധ്യായങ്ങൾ അടങ്ങിയ സങ്കീർത്തന പുസ്തകത്തിൽ മിക്ക സങ്കീർത്തനങ്ങളും എഴുതിയിരിക്കുന്നത് ദാവീദാണ്. ദാവീദിന്റെ സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തോടുള്ള യാചനകളും പ്രാർത്ഥനകളും അപേക്ഷകളൊക്കെയാണ് ദാവീദിന്റെ സങ്കീർത്തനത്തിൽ നമ്മൾ കൂടുതൽ കാണുന്നത്. ഇവിടെയും അത് തന്നെയാണ്. ഈ സങ്കീർത്തനത്തിൽ കാണുന്ന അപ്രകാരമുള്ള വാക്യങ്ങളാണ്. 27 സങ്കീർത്തനം 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു: യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഇപ്രകാരം ദാവീദ് പറയാനൊരു പശ്ചാത്തലമുണ്ട്. ഇതിന്റെ പശ്ചാത്തലം ഞാനൊന്ന് പറയാം. ദാവീദ് ബാലനായിരുന്നപ്പോൾ, കേട്ടിട്ടുണ്ടായിരിക്കും, ബാലനായിരുന്ന സമയത്ത് വനാന്തരങ്ങളായിരുന്നു ദാവീദിന്റെ ജീവിതത്തിൽ പകുതി ഭാഗവും. ആ സമയം ദാവീദിന്റെ ജ്യേഷ്ഠന്മാർ പട്ടാളത്തിൽ ജോലിക്കായിരുന്നു. ആ സമയത്ത് അപ്പന്റെ ആഗ്രഹപ്രകാരം ജ്യേഷ്ഠന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് ദാവീദ് പടക്കളത്തിൽ പോകുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിൽ നിന്ദിക്കുന്ന ഗോലിയാത്തിനെ കാണുവാൻ ഇടയാകുന്നു. അപ്പോൾ ദാവീദ് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഗോലിയാത്തിനെ കൊല്ലുന്ന ഒരു സന്ദർഭം അവിടെ കാണുവാൻ സാധിക്കും. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ദാവീദ് ക്ഷീണിതനായ സമയത്ത്, എപ്പോഴും ദാവീദിന്റെ ജീവിതത്തിൽ ശത്രുക്കളുണ്ട്, യുദ്ധമുണ്ട്, ഫെലിസ്ത്യന്മാരുടെ യുദ്ധം ദാവീദിന്റെ ജീവിതത്തിൽ എപ്പോഴും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. ആ സമയം ഏറ്റവും ക്ഷീണിതനായ സമയത്ത് ഒരിക്കൽ ഫെലിസ്ത്യരുമായി ഇസ്രായേൽ യുദ്ധം ഉണ്ടായ സമയം ദാവീദ് തൻ്റെ ഭൃത്യന്മാരുമായിട്ട് യുദ്ധത്തിന് കടന്നു പോകുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ദാവീദ് യുദ്ധം ചെയ്ത് തളർന്നു പോയെന്ന് 2 ശമൂവേൽ 22-23 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. തളർന്നു പോകുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുൻപുള്ള വിരോധം വെച്ചുകൊണ്ട് രാഭാമക്കളിൽ ഒരു മകനെയാണ് ദാവീദ് യുദ്ധത്തിൽ കൊല്ലുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അപ്പോൾ ബാക്കി മക്കളുണ്ട്. അതിലൊരാൾ ദാവീദിനെ ഈ യുദ്ധത്തിൽ കൊല്ലുവാൻ ഭാവിച്ചു. ആ സമയം സെരൂയയുടെ മകനായ അബീശായി എന്ന വ്യക്തി ദാവീദിന് തുണ നിന്നു. ദാവീദിനെ കൊല്ലുവാൻ സമ്മതിച്ചില്ല. ആ വ്യക്തിയെ കൊല്ലുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അപ്പോൾ ദാവീദിന്റെ കൂടെയുള്ള ഭൃത്യന്മാർ ദാവീദിനോട് ഇപ്രകാരം പറഞ്ഞു: ഇനി യുദ്ധത്തിന് വരണ്ട, കാരണം ഇസ്രായേലിന്റെ ദീപത്തെ കെടുത്തിക്കളയരുതെന്ന് ഈ അബീശായി ഈ ഭൃത്യന്മാർ ദാവീദിനോട് പറയാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഭൃത്യന്മാർ ദാവീദിനോട് ഇസ്രായേലിന്റെ ദീപത്തെ കെടുത്തിക്കളയാതിരിക്കേണ്ടതിന് അങ്ങ് ഇനി യുദ്ധത്തിന് വരണ്ട എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞ വാക്കുകളാണ്: ഞാനല്ല ഇസ്രായേലിന്റെ ദീപം എന്ന് പറയുന്നത്, യഹോവയാണ് എൻ്റെ വെളിച്ചം, യഹോവയാണ് എൻ്റെ രക്ഷ, അതുകൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ദാവീദ് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ദാവീദിന്റെ ജീവിതം എന്ന് പറയുന്നത് മൊത്തത്തിൽ ശത്രുക്കളാണ്, അല്ലേ? എവിടെ തിരിഞ്ഞാൽ ആദ്യം മുതൽ തന്നെ ദാവീദിന്റെ ജീവിതത്തിൽ ശത്രുക്കളുടെ വലിയൊരു കൂട്ടം നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ദാവീദിന് ഇവിടെ ഒരു ഉറപ്പുണ്ട്: ദൈവം എനിക്ക് രക്ഷയായി തീരും. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ കടന്നു വന്നാലും ദൈവം എനിക്ക് രക്ഷയായിട്ടുണ്ട് എന്നൊരു ഉറപ്പ് ദാവീദിന്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്: യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എത്ര തന്നെ ശത്രുക്കൾ എൻ്റെ ചുറ്റും കടന്നു വന്നാലും എനിക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്തെന്നറിയാമോ? രക്ഷയായി ദൈവം എന്നോട് കൂടെയുണ്ട്. താഴ്ത്ത വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. എന്താ കാരണം? ദൈവം എൻ്റെ കൂടെയുണ്ട്, അല്ലേ? എത്ര തന്നെ സൈന്യമായിട്ട് ശത്രുക്കൾ എന്നെ കൊല്ലുവാനായിട്ട് ഭാവിച്ചാലും എനിക്ക് തുണയായിട്ട് ദൈവമുണ്ട് എന്നുള്ള ഉറപ്പ് ദാവീദിനുള്ളത് കൊണ്ടാണ് ദാവീദ് ഇപ്രകാരം പറഞ്ഞത്. ഇത്രയൊക്കെ ശത്രുക്കൾ ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ദാവീദ് 4-ാം വാക്യത്തിൽ 27-4-ാം വാക്യത്തിൽ ഇപ്രകാരം ദാവീദ് പറയുന്നു: ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നറിയാമോ? യഹോവയുടെ മനോഹരത കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. എത്ര പ്രശ്നങ്ങളാണ് ദാവീദിന്. നമ്മൾ തുടക്കം മുതൽ ദാവീദിന്റെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ അത് ശത്രുക്കളെ കൊണ്ട് മാത്രമേ ദാവീദ് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ദാവീദിന്റെ ശത്രുക്കളാണ്, ഇല്ലേ? ദാവീദിന്റെ അമ്മായപ്പനായ ശൗൽ വരെ ദാവീദിന് ശത്രുവായിട്ട് തീർന്ന സന്ദർഭങ്ങളുണ്ടല്ലേ? അപ്പോൾ ജീവൻ തന്നെ ഭയന്ന പല സന്ദർഭങ്ങളിലും ദാവീദ് ഓടിപ്പോകുന്ന ചരിത്രത്തെ നമുക്ക് പഴയ നിയമത്തിൽ വായിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇങ്ങനെ ഇത്തരത്തിലൊക്കെ പ്രശ്നങ്ങൾ ദാവീദിന്റെ
ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടും ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ പ്രശ്നങ്ങളും അവിടെ നിൽക്കട്ടെ, പക്ഷേ ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു, എൻ്റെ ശത്രുക്കളെ തകർത്ത് കളയണമെന്നല്ല. പിന്നെയോ ദാവീദ് എന്താണ് ഇവിടെ അപേക്ഷിച്ചത്? യഹോവേ, അതെ ഞാനൊന്ന് ആഗ്രഹിക്കുന്നു, അത് തന്നെ ഞാൻ അപേക്ഷിക്കുന്നു, യഹോവയുടെ മനോഹരത്വം എനിക്കൊന്ന് കാണണം, അവന്റെ മന്ദിരത്തിൽ എനിക്കൊന്ന് ധ്യാനിക്കണം, എൻ്റെ ആയുഷ്കാലം ഒക്കെയും യഹോവയുടെ ആലയത്തിൽ എനിക്ക് പാർക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ആഗ്രഹം എന്താണ്? മനുഷ്യരെ നമുക്കെല്ലാം പല വിധത്തിലുള്ള ആഗ്രഹമുണ്ടല്ലേ? കുഞ്ഞുങ്ങളെ കുറിച്ച്, നമ്മുടെ തലമുറകളെ കുറിച്ച്, അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ചർച്ചാണെങ്കിൽ ചർച്ചിനെ കുറിച്ച്, സ്ഥാപനമാണെങ്കിൽ സ്ഥാപനത്തെ കുറിച്ച്, അങ്ങനെ പലവിധമായ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് മനുഷ്യർ. എന്നാൽ നമുക്ക് പ്രത്യേകിച്ചൊരാഗ്രഹം, ദൈവസന്നിധിയിലുള്ള നമ്മുടെ ആഗ്രഹം എന്താണ്? മാനസികമായ നിലവാരത്തിൽ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ ആഗ്രഹം എന്താണ്? പഴയ നിയമത്തിൽ ഭക്തന്മാരൊക്കെ ഒത്തിരി കാര്യങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാമെങ്കിൽ യാക്കോബ് ദൈവത്തോട് ഒരു പ്രാവശ്യം ഇപ്രകാരം അപേക്ഷിച്ചു. ദൈവത്തോടല്ല, ഒരിക്കൽ യാക്കോബ് കടലിന്റെ തീരത്ത് വെച്ച് തനിക്കുള്ളതിനെല്ലാം അക്കരെ കടത്തിയതിനു ശേഷം താൻ ഒറ്റയ്ക്ക് ശേഷിക്കുന്ന സമയത്ത് അതെ യാക്കോബ് ദൂതനോട് പറയുകയാണ്, നിന്റെ പേരെന്തെന്ന് പറഞ്ഞിട്ട് രാത്രികാലം ദൂതനുമായി മൽപ്പിടുത്തം നടത്തുമ്പോൾ പറയുന്നു, നിന്റെ പേരെന്തെന്ന് എന്നോടൊന്ന് പറയണമെന്ന് അപേക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഏലിയാവ് ദൈവത്തോട് അപേക്ഷിച്ചു. അതേ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചത് മഴ പെയ്യാതിരിക്കേണ്ടതിനും പ്രാർത്ഥനയിൽ ദൈവം ഏലിയാവ് എന്ത് ചെയ്തു? ദൈവത്തോട് അപേക്ഷിച്ചു. അത് മാത്രമല്ല, യബ്ബേസിനെ കുറിച്ച് പറയുന്നത് അതേ തന്നെ, യബ്ബേസ് ഇപ്രകാരം സ്വർഗ്ഗത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ അമ്മ എന്നെ വ്യസനത്തോടെ പ്രസവിച്ചു എന്നും യബ്ബേസ് എന്ന് എനിക്ക് പേരിടുന്ന എൻ്റെ അതിരുകളെ എനിക്ക് വിശാലമാക്കി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പലരും ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ അവർക്കൊക്കെ ഭൗതികമായ നിലവാരത്തിലുള്ള അപേക്ഷകളൊക്കെ ആയിരുന്നു. എന്നാൽ ഇവിടെ ദാവീദിന്റെ ആഗ്രഹം എന്ന് പറയുന്ന, അപേക്ഷ എന്ന് പറയുന്നത്, എനിക്ക് ദൈവ സാന്നിധ്യം ഒന്ന് അറിയണം, എനിക്ക് ദൈവത്തിന്റെ മനോഹാരിത എന്ന് കാണണം. പ്രിയമുള്ളവരെ, അതേ ദൈവിക സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചാൽ നാം പോകുന്നിടത്തൊക്കെ വിശേഷതയുള്ളവരായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ തീരം. എൻ്റെ മുമ്പിലായിരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയട്ടെ, പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവ സാന്നിധ്യം നമ്മൾ അതെ ഓരോ പ്രാർത്ഥനയിലും ദൈവ സാന്നിധ്യം ആഗ്രഹിച്ച് ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ പോരുന്നുണ്ടെങ്കിൽ നാം എവിടെയെല്ലാം ചെന്നെത്തിയാലും അവിടെയെല്ലാം വിശേഷതയുള്ളവരായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ തീരം. അതേ പ്രിയമുള്ളവരെ, യെശയ്യാവ് ഈ ദൈവ സാന്നിധ്യം, അതേ ദൈവത്തിന്റെ മനോഹരത കാണുവാൻ തക്കവണ്ണം നമ്മുടെ തീർന്നു. യെശയ്യാവ് കണ്ട മനോഹരത എങ്ങനെയെന്ന് ചോദിച്ചാൽ, അതേ യെശയ്യാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നത് അതേ സാറാഫുകൾ അതേ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്തുതിക്കുന്നതായിട്ട് യെശയ്യാവ് കാണുവാൻ തക്കവണ്ണം നമ്മുടെ തീർന്നു. 3 ബാലന്മാർ തീച്ചുളയിൽ അകപ്പെട്ടപ്പോൾ 4ാമനായി ദൈവദൂതന്റെ അതേ ശോഭയുള്ള ഒരു വ്യക്തിയെ അത് അവിടെ കാണുവാൻ തക്കവണ്ണം നമ്മുടെ തീർന്നു. പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ അപ്പോസ്തലന്റെ മനോഹരത കാണുവാൻ തക്കവണ്ണം നമ്മുടെ തീർന്നു. എന്നെ ശ്രദ്ധിക്കുന്നതിന് മുമ്പിലായിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ഏതെങ്കിലും ഏകാന്തതയുടെ അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ, പൂരിരുളിന്റെ അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ, ഈ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഏകാന്തത നമുക്കൊരു വിഷയമല്ല, പൂരിരുൾ നമുക്കൊരു വിഷയമല്ല. പക്ഷെ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നവരായി തീരണം. ഒരിക്കൽ മോശെ ഇപ്രകാരം പറഞ്ഞു, ദൈവമേ, എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണണം, എനിക്ക് അങ്ങയെ കാണണം. അപ്പോൾ ദൈവം പറഞ്ഞു, ഒരു ആരും ഇന്നുവരെയും എന്നെ കണ്ടിട്ടില്ല, ഞാൻ കടന്നു പോകുമ്പോൾ നിന്നെ ഒരു പാറയുടെ മറവിൽ എന്ത് ചെയ്യാം, മറയ്ക്കാം. അവിടെ അത് ഞാൻ കടന്നു പോയതിനു ശേഷം എൻ്റെ കൈ മാറ്റുമ്പോഴത്തേക്കും എൻ്റെ പിൻഭാഗം മാത്രമേ നീ കാണുക. അപ്രകാരം തന്നെ അതേ മോശ കാണുവാനായിട്ട്. പക്ഷെ അതിനു മുൻപ് മോശയോട് ദൈവം ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ നിന്നെ മോശ ദൈവ സാന്നിധ്യം എന്തിനാ ചോദിച്ചപ്പോൾ അത് തിരു സാന്നിധ്യം എന്നോട് കൂടെ പോരണമേ, തിരു സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ അവർ കുറച്ച് കാര്യങ്ങൾ പുറപ്പാട് 33 അധ്യായങ്ങളിലൊക്കെ വായിപ്പാൻ തക്കവണ്ണം നമ്മുടെ തീരം അവിടെ പറയുന്നുണ്ട്, ദൈവ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കേണ്ട. അന്നേരം ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. മോശ ഭൗതികമായ യാതൊന്നും അല്ല ദൈവത്തോട് ചോദിച്ചത്, ദൈവ സാന്നിധ്യമാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം നമ്മെ അടുത്തറിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് നമ്മോട് കൃപ തോന്നിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് ഇന്നുവരെയും അങ്ങനത്തെ തോന്നൽ നമുക്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ ദൈവ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കണം. അതേ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, തിരു സാന്നിധ്യം എന്നോട് കൂടെ വന്നാൽ അതേ ഞാൻ ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് വിശേഷതയുള്ളവരായി തീരുമല്ല. ഈ ദൈവ സാന്നിധ്യമാണ് നമ്മെ വിശേഷതയുള്ളവരായി തീർക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം എവിടെയെല്ലാം ചെന്നാലും തിരു സാന്നിധ്യം നമ്മുടെ കൂടെ പോരുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരും. മോശയ്ക്ക് അതേ ദൈവം തന്റെ തേജസ് കാണിച്ചു കൊടുക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇവിടെയും അത് തന്നെയാണ് ദാവീദ് ആഗ്രഹിക്കുന്നതും ദൈവത്തിന്റെ മനോഹാരിത കാണുന്ന. അടുത്ത ദാവീദ് പറയുന്നത്, എനിക്ക് അങ്ങയുടെ മന്ദിരത്തിൽ ധ്യാനിക്കണം, എന്റെ ആയുഷ്കാലം ഒക്കെയും എനിക്ക് അങ്ങയുടെ ആലയത്തിൽ പാർക്കണം. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് പ്രിയമുള്ളവരെ. അത് ബൈബിൾ തന്നെ പറയുന്നുണ്ട്,
ഒരു വ്യക്തിയെ കുറിച്ച്, ദേമാസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച്, ലോകത്തിന്റെ മോഹങ്ങളാകപ്പെട്ട് പെട്ടെന്ന് ഒരു കാണത്താൽ അത് ദൈവത്തെ വിട്ടു മാറുകൊണ്ടൊക്കെയുണ്ടായിരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും പ്രിയ ദൈവമക്കളെ, ദൈവാലയം വിട്ട് അല്ലെങ്കിൽ ദൈവത്തെ വിട്ട് നാം എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത്. ദൈവാലയം വിട്ട്, ദൈവ സാന്നിധ്യം വിട്ട് മാറിപ്പോകാതിരുന്ന യോശുവയെ കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്നത് ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി അവരെ നിയോഗിക്കാൻ തക്കവണ്ണം ഇടയായിരുന്നു. നാം ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കുന്നുവെങ്കിൽ അത് അടുത്ത ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നമ്മെ പ്രാപ്തരാക്കി തീർക്കാൻ തക്കവണ്ണം ഇടയായി തീരും. അതേ പുതിയ നിയമത്തിൽ ഹന്ന എന്നൊരു പ്രവാചകയെ കുറിച്ച് പറയുന്നു. ആ ദേവാലയം വിടാതെ അവൾ ദേവാലയത്തിൽ തന്നെ ഇരുന്ന ഒരു ഹന്ന എന്ന പ്രവാചകയെ കുറിച്ച് പറയുന്നു. അതേ 23-ാം സങ്കീർത്തനത്തിൽ പ്രകാരം പറയുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അവിടെയും ദാവീദ് തന്നെയാണ് പറയുന്നത്, ഞാൻ എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ശത്രുക്കൾ എത്ര വർദ്ധിക്കട്ടെ, അതേ പ്രിയമുള്ളവരെ, പ്രതികൂലങ്ങൾ എത്ര നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ, ദാവീദ് പറയുന്നത് പോലെ അതേ യഹോവയുടെ ആലയത്തിൽ വസിക്കുവാനൊരു ആഗ്രഹം, തിരുസാന്നിധ്യം പ്രാപിക്കുവാനൊരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതേ തുടർന്നുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും, ഞാൻ അവരുടെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. അതേ പ്രിയമുള്ളവരെ, ശത്രുക്കൾ എത്ര വർദ്ധിച്ചാലും ദൈവസന്നിധിയിൽ തന്നെ നാം ആയിരിക്കുന്നെങ്കിൽ നമ്മുടെ തലയെ ഉയർത്തുന്നവനാണ് നമ്മുടെ ദൈവം. അതേ 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ പറയുന്നു, അവൻ ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്നവനാണ്. അതേ പ്രിയമുള്ളവരെ, ശത്രുക്കൾ കാണെ നമ്മെ അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ പ്രകാരം വായിക്കുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. അതേ പ്രിയമുള്ളവരെ, അപ്പനും അമ്മയും ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദാവീദിന്റെ ബാല്യപ്രായം എന്ന് പറയുന്നത് വളരെ നിരാശ നിറഞ്ഞ ബാല്യമായി. നമുക്കറിയാം, വനാന്തരങ്ങളിൽ ഏകാന്തതയിൽ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലായിരുന്നു ദാവീദ്. എന്നാൽ ദാവീദിനെ ദൈവം ചേർത്ത് കൊള്ളുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഒരു പക്ഷേ ഓർക്കേണ്ടവർ നമ്മെ ഓർക്കാതിരുന്നാലും, അതേ അന്വേഷിക്കേണ്ടവർ നമ്മെ അന്വേഷിക്കാതെ പോയാലും, കരുതേണ്ടവർ നമ്മളെ കരുതാതെ പോയാലും, പ്രിയമുള്ളവരെ, ദൈവം നമ്മെ മറന്നു കളയുന്നില്ല കേട്ടോ. അതാ ദാവീദ് പറയുന്നത്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഒരിക്കൽ യോസേഫ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ പാനപാത്രവാഹകൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ നിന്നെ ഓർക്കാമെന്ന്. എന്നാൽ തക്ക സമയമായപ്പോൾ പാനപാത്രവാഹകൻ മറന്നുപോയി. ചിലപ്പോൾ പലരും നമ്മെ മറന്നു പോകും പ്രിയമുള്ളവരെ. എന്നാൽ നമ്മെ മറന്നു പോകാതെ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരുവനാണ് ദൈവം എന്ന് പറയുന്നത്. ആ തിരുസാന്നിധ്യത്തിന്റെ മറവിൽ നമ്മൾ ഇരുന്നാൽ മതി, ദൈവം നമ്മെ അതേ മാനിക്കേണ്ട സമയത്ത് മാനിച്ചോളും. ഏറ്റവും അവസാനത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കാൻ നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കാം. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എന്തെല്ലാം വന്നാലും നാം പ്രത്യാശ വെക്കേണ്ട ഒരു ഉറവിടം എന്ന് പറയുന്നത് ദൈവത്തെ മാത്രമാണ്. ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന കുഞ്ഞുമക്കൾ, ദൈവമക്കളുടെ എല്ലാവരോടും പറയട്ടെ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. അതേ നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. യഹോവയിൽ തന്നെ നമ്മുടെ പ്രത്യാശ. അതേ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല, അതിനൊരു പ്രതിഫലമുണ്ട്. നാം പ്രത്യാശയുടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ മാനിക്കുന്ന ദിവസങ്ങളാണ്. ആകയാൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. ഈ സങ്കീർത്തനം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ നമ്മുടെ കണ്ണുകളടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. വായിച്ചു കേൾക്കപ്പെട്ട തിരുവചനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. അപ്പൊ തിരുസാന്നിധ്യത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രകാരം അവസരം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്